ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ 7ാം സ്റ്റാൻഡേർഡിലെ കേരള പാഠാവലിയിലെ 2ാമത്തെ പാഠഭാഗമായ നീളുമി യാത്രതൻ വിസ്മയങ്ങളാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യ തുടക്കത്തിൽ തന്നെ ഈ പാഠത്തിന് 3 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ ചിത്രങ്ങൾ നിരീക്ഷിച്ച് അതിൻ്റെ ദൃശ്യഭംഗി വിവരിക്കുക എന്നുള്ളൊരു ടോപ്പിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 3 നല്ല മനോഹരമായ നമ്മുടെ പ്രകൃതിയുടെ ഭംഗി വിളിച്ചോതുന്ന 3 ചിത്രങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ ദൃശ്യഭംഗി എങ്ങനെയാണ് വിവരിക്കുന്നത് നോക്കാം. പ്രകൃതി നമുക്ക് അണിഞ്ഞു നൽകിയ ദൃശ്യവിസ്മയമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഒരു ഭാഗത്തെ പാറക്കെട്ടുകൾ തലോടിക്കൊണ്ട് കളകളം ശബ്ദത്തോടെ ഒഴുകുന്ന അരുവിയും, പച്ചപ്പ് നിറഞ്ഞ കുന്നുകളും വയലുകളും അവയെ മന്ദം തലോടി പോകുന്ന ഇളം തെന്നലും. അവിടെ നാം ചെല്ലുമ്പോൾ നാം അനുഭവിക്കുന്ന കുളിർമ ഒന്ന് വേറെ തന്നെയാണ്. അതുപോലെ തന്നെയാണ് നാനാവർണ്ണ പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന ചെടികളും മരങ്ങളും അവയുടെ നൈർമല്യം നിറഞ്ഞ സുഗന്ധവും. ഈ പ്രകൃതി വൈവിധ്യത്തിൽ തൻ്റെ സ്വർണ്ണകിരണങ്ങൾ പതിപ്പിക്കുന്ന പൊൻസൂര്യനും. ഈ ദൃശ്യങ്ങൾ എല്ലാം തന്നെ വളരെയധികം ദൃശ്യഭംഗി നിറഞ്ഞതാണ്. ഇനി നമുക്ക് ഈ പാഠഭാഗത്തിൻ്റെ അടുത്തതിലേക്ക് പോവാം. പ്രപഞ്ചം മുഴുവൻ പൂമ്പാറ്റകൾ, ഒരു യാത്രാ അനുഭവക്കുറിപ്പാണ് അവിടെയുള്ളത്. എപ്പോഴെങ്കിലും നിങ്ങൾ പൂമ്പാറ്റകളുടെ ചിറകടി നാദം കേട്ടിട്ടുണ്ടോ? ഷോളയാർ പുഴയോരം ഇരുളടഞ്ഞ മഴക്കാടിനെ വേണ്ടുവോളം ശരീരത്തിലും മനസ്സിലും അനുഭവിച്ചറിഞ്ഞ ദിനങ്ങൾക്കൊടുവിൽ ഞങ്ങൾ എത്തപ്പെട്ട ഇടം. മരങ്ങളായ മരങ്ങളിലെ ഇലകളൊക്കെ ഉണങ്ങി നിൽക്കുന്ന കാഴ്ച. കാട്ടുതീ വന്നതാകുമോ? വല്ലാതെ പരിഭ്രാന്തരായി ഞങ്ങൾ. മഴക്കാടുകൾ അങ്ങനെ പെട്ടെന്ന് തീ പിടിക്കുകയില്ല. അവയുടെ ഘടന അങ്ങനെയാണ്. എവിടെയും ഈർപ്പമയം, ആരോഗ്യമുള്ളതും ജീവസുറ്റതുമായ ഇലച്ചാർത്തുകൾ, എവിടെയും ജലത്തിൻ്റെ സാന്നിധ്യം. തീക്ക് മാറി നിൽക്കാനേ കഴിയൂ ഈ ഹരിത സാമ്രാജ്യത്തിൽ. പതുക്കെ പതുക്കെയാണ് ഞങ്ങൾ ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞത്. ഇലകളായ ഇലകളൊക്കെ ചിത്രശലഭങ്ങളായിരുന്നു. ഒരു വനപ്രദേശം മുഴുക്കെ ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾ ഇലകളുടെ പച്ച നിറം മറച്ചുകൊണ്ട് അവ വൃക്ഷങ്ങളിലും ചെടികളിലുമൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്നു. കോമൺ ക്രോ എന്ന ചിത്രശലഭമായിരുന്നു കൂടുതലും. പ്ലെയിൻ ടൈഗറും ഒപ്പമുണ്ട്. ഇവ ചിറകു പൂട്ടിയാൽ ഇലകൾ ഉണങ്ങിയ നിറമായി തോന്നാം. ഞങ്ങൾ നിശബ്ദരായി ആ കാഴ്ച കാണുകയാണ്. അന്നാദ്യമായി ആ അത്ഭുതനാദം ഞാൻ കേട്ടു. പൂമ്പാറ്റകളുടെ ചിറകടിനാദം. ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾ പറന്നുയരുന്ന അത്ഭുത കാഴ്ച. അവയ്ക്കിടയിൽ സ്വയം മറന്ന് എല്ലാ ചിന്തകളെയും വിട്ട് ആ സ്വപ്നലോകത്തിൽപ്പെട്ട് കണ്ണുകളിൽ വിടർന്ന കൗതുകവും അത്ഭുതവും കൊണ്ട് ഞങ്ങൾ തികച്ചും കുഞ്ഞുങ്ങളായി രൂപാന്തരം പ്രാപിക്കുകയായിരുന്നു. പൂമ്പാറ്റകളുടെ വലയത്തിൽപ്പെട്ട കുഞ്ഞുങ്ങളെപ്പോലെ അങ്ങനെ. കാതിൽ വീണ്ടും ചിറകുകളുടെ മൃദുമന്ത്രണം. ഞങ്ങളപ്പോൾ ആ മഴക്കാടിൻ്റെ ഹൃദയഭാഗത്തായിരിക്കണം. പുലരിവെയിലിൻ്റെ സ്വർണ്ണക്കീറുകൾ ഇലച്ചാർത്തുകൾക്കിടയിലൂടെ അരിച്ച് വീണു തുടങ്ങി. ഈർപ്പമാർന്ന മണ്ണടലുകളിൽ നിന്ന് ഉയരുന്ന നീരാവിക്കിടയിൽ പൂമ്പാറ്റകൾ പാറി നടന്നു. പൂമ്പാറ്റ പിടിയന്മാരായ ചില കൊച്ചു പക്ഷികളും പല്ലിവർഗ്ഗങ്ങളും അന്നത്തിൻ്റെ ആ ധാരാളിത്തത്തിൽ പരിഭ്രാന്തരായി. എൻ്റെ സങ്കല്പത്തിനു മേലെ ആ പൂമ്പാറ്റക്കൂട്ടം ചിറകു വിരിച്ച് നൃത്തം ചെയ്തു. കാട്ടുപൂക്കളുടെ വർണ്ണവും സുഗന്ധവും ഉണ്ടായിരുന്നു അവയ്ക്ക്. ബാല്യകാല സ്വപ്നങ്ങളിലേക്കവ എന്നെ ചിറകു വിരിപ്പിച്ചുയർത്തി. അവയ്ക്കൊപ്പം ഞാനും പറന്നുയർന്നു. ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾക്കൊപ്പം ഞാനും ഒരു കുഞ്ഞു പൂമ്പാറ്റയായി. അവയുടെ മൃദുലമായ ചിറകുകൾ എൻ്റെ മുഖത്തും ശരീരത്തിലുമൊക്കെ ഉരുമുന്നുണ്ടായിരുന്നു. അവ പലവർണ്ണ പൂമ്പൊടികൾ കൊണ്ട് എന്നെ തഴുകി. വനനിഗൂഢതകളൊക്കെ ആഴം തിരിച്ചറിയാനാകാതെ ഞാൻ ആ കയത്തിൽ മുങ്ങിപ്പോയി. എനിക്കതിൽ നിന്ന് കരകയറണമെന്ന ആഗ്രഹം ലവലേശമില്ലായിരുന്നു. പൂമ്പാറ്റകളിൽ പൂമ്പാറ്റയായി ഞാൻ ഒഴുകിപ്പറന്നു. മന്ദമായി കാറ്റ് വീശി. പൂമ്പാറ്റകളൊക്കെ കാറ്റിന് എന്നെ വിട്ടുകൊടുക്കാതെ ഒന്ന് പൊടിഞ്ഞു നിന്നു. എന്നെ നസീറിൻ്റെ കാറ്റിനെ ചില തൊടുമ്പോൾ എന്ന കഥയിൽ നിന്നുമുള്ളൊരു ഭാഗമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇന്നൊക്കെ വായിക്കാൻ പറയാം. ഈ പാഠഭാഗത്ത് നിങ്ങളെ ആകർഷിച്ച മനോഹര ദൃശ്യങ്ങൾ എന്തെല്ലാമാണ്? ആദ്യം ഉണങ്ങിയെന്ന് കരുതിയ മരങ്ങളുടെ എല്ലാം ഇലകൾ പെട്ടെന്ന് ലക്ഷക്കണക്കിന് പൂമ്പാറ്റകളായി മാറിയ കാഴ്ചകൾ. അവയുടെയെല്ലാം ഇമ്പമാർന്ന ചിറകടി നാദങ്ങളും. ആ പൂമ്പാറ്റകൾക്കെല്ലാം കാട്ടുപൂക്കളുടെ നിറവും മണവുമായിരുന്നു ഉണ്ടായിരുന്നത്. അവർക്കിടയിൽ കൊച്ചുകുട്ടികളായി മാറിപ്പോയി എന്നാണ് ലേഖകൻ പറയുന്നത്. കുഞ്ഞു പൂമ്പാറ്റകൾ ചിറകുകൊണ്ട് ലേഖകന്റെ ശരീരത്തിൽ തടവുകയും ചെയ്തു. ഇതെല്ലാമാണ് ഈ പാഠഭാഗത്തെ ആകർഷിച്ച മനോഹരമായ ദൃശ്യങ്ങൾ. അടുത്ത ചോദ്യം നോക്കാം. ഷോളയാർ പുഴയോരത്തെത്തിയ യാത്രികനെയും സുഹൃത്തുക്കളെയും പരിഭ്രാന്തരാക്കിയ കാഴ്ച ഏത്?
വളരെ പ്രതീക്ഷയോടെ കാടിൻ്റെ ഉള്ളിലേക്ക് പോയ അവർ ഞെട്ടി. കാരണം മരങ്ങളുടെ എല്ലാം ഇലകൾ ഉണങ്ങിയതായി അവർക്ക് തോന്നി. കാട്ടുതീ പടർന്നതാണോ എന്ന് സംശയിച്ചാണ് അവർ പരിഭ്രാന്തരായത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അന്ന് ആദ്യമായി ആ അത്ഭുതനാദം ഞാൻ കേട്ടു. ഇവിടെ അത്ഭുതനാദം എന്ന് വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ഇവിടെ പൂമ്പാറ്റയുടെ ചിറകടി നാദത്തിനെയാണ് അത്ഭുതമെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അടുത്ത ഭാഗത്തേക്ക് പോകാം. കണ്ടെത്താം, എഴുതാം. തീക്ക് മാറി നിൽക്കാനേ കഴിയൂ ഈ ഹരിത സാമ്രാജ്യത്തിൽ എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാവാം? എന്തുകൊണ്ടാണ് മഴക്കാടുകളിൽ തീ പെട്ടെന്ന് പിടിക്കുന്നില്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം. എന്തുകൊണ്ടായിരിക്കാം? മഴക്കാടുകളിൽ എക്കാലവും ചെറിയ രീതിയിലെങ്കിലും മഴ ലഭിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ അന്തരീക്ഷത്തിൽ എപ്പോഴും ഈർപ്പവും ഇലകൾക്ക് എന്നും പച്ചപ്പും ഉണ്ടായിരിക്കും. ഈ ഹരിത സാമ്രാജ്യത്തിൽ മരങ്ങളിലും ചെടികളിലും എന്നും ഇലകൾ പച്ച നിറത്തിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. എന്നും ഈർപ്പവും പച്ചപ്പും നിറഞ്ഞ സ്ഥലങ്ങളിൽ പെട്ടെന്ന് തീ പിടിക്കുകയില്ല. അതുകൊണ്ടാണ് തീക്ക് മാറി നിൽക്കാനേ കഴിയൂ ഈ ഹരിത സാമ്രാജ്യത്തിൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. അടുത്ത നോക്കാം. ഷോളാർ വനങ്ങളിലെ മരങ്ങളായ മരങ്ങളിൽ ഇലകളൊക്കെ ഉണങ്ങി നിൽക്കുന്നുവെന്ന് തോന്നിച്ച അത്ഭുത പ്രതിഭാസം എന്തായിരുന്നു? ഷോളാർ വനങ്ങളിലെ മരങ്ങളിലെല്ലാം അവയുടെ ഇലകളെയെല്ലാം മറയ്ക്കുന്ന രീതിയിൽ പൂമ്പാറ്റകൾ പറ്റി പിടിച്ചിരിക്കുകയായിരുന്നു. ആർക്കും ഒറ്റ നോട്ടത്തിൽ അവയെ തിരിച്ചറിയുമായിരുന്നില്ല. ഇത് കാണുന്ന ആർക്കും മരങ്ങളുടെ എല്ലാം ഇലകൾ എല്ലാം ഉണങ്ങി നിൽക്കുകയാണ് എന്നാണ് തോന്നിയിരുന്നത്. ഇതായിരുന്നു അവിടെ ഉണ്ടായിരുന്ന അത്ഭുത പ്രതിഭാസം. യാത്രികനും കൂട്ടുകാരും പൂമ്പാറ്റകളുടെ വലയത്തിൽപ്പെട്ട കുഞ്ഞുങ്ങളായി മാറി എന്ന് തോന്നിയത് എപ്പോൾ? ഷോളയാർ വനത്തിൽ ചെന്ന യാത്രികനും കൂട്ടുകാരും പൂമ്പാറ്റ കൂട്ടത്തിനിടയിൽ പെട്ടപ്പോൾ കൊച്ചുകുട്ടികൾ അത്ഭുതം കാണുമ്പോൾ ഉണ്ടാകുന്ന അതേ അനുഭവം തന്നെയാണ് അവർക്കും ഉണ്ടായത്. പൂമ്പാറ്റകളുടെ ചിറകടി നാദവും പൂമ്പാറ്റകളുടെ ചിറക് അവരുടെ കവിളിലും ശരീരത്തിലും തട്ടുമ്പോൾ അവർ കൊച്ചു കുട്ടികളെ പോലെ തുള്ളിച്ചാടുകയായിരുന്നു. അപ്പോഴാണ് യാത്രികനും കൂട്ടുകാരും പൂമ്പാറ്റകളുടെ വലയത്തിൽപ്പെട്ട കുഞ്ഞുങ്ങളായി മാറി എന്ന് തോന്നിയത്. പ്രഭാതം വിളിച്ചറിയിച്ചുകൊണ്ടെത്തുന്ന സൂര്യൻ്റെ സ്വർണ്ണ നിറമുള്ള വെളിച്ചത്തെയാണ് പുലരിവെയിലിൻ്റെ സ്വർണ്ണ കീറുകൾ എന്ന് പാഠഭാഗത്ത് പ്രയോഗിച്ചിരിക്കുന്നത്. ഇതുപോലെ കൂടുതൽ പ്രയോഗങ്ങൾ പാഠഭാഗത്ത് നിന്നും കണ്ടെത്തി വിശദീകരിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇരുളടഞ്ഞ മഴക്കാടുകൾ. മഴക്കാടുകളിൽ എന്നും ഈർപ്പം നിൽക്കുന്നത് കൊണ്ട് തന്നെ അവിടെ എന്നും ധാരാളം മരങ്ങളും ചെടികളും അവയിലെല്ലാം ധാരാളം ഇലകളും ഉണ്ടാവും. അതുകൊണ്ട് സൂര്യപ്രകാശം പോലും അധികം അതിനുള്ളിൽ കടക്കുകയില്ല. അതുകൊണ്ട് ഇവിടെ ഇരുളടഞ്ഞ മഴക്കാടുകൾ എന്ന് പ്രയോഗിച്ചിരിക്കുന്നു. ചിറകുകളുടെ മൃദുമന്ത്രണം. ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾ ഒന്നിച്ചു പറക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം അത് നമ്മുടെ കാതുകളിൽ എന്തോ മന്ത്രിക്കുന്നത് പോലെ തോന്നിക്കുന്നു എന്ന് പ്രയോഗിച്ചിരിക്കുന്നു. അന്നത്തിൻ്റെ ധാരാളിത്തത്തിൽ പരിഭ്രാന്തരായി. പൂമ്പാറ്റകളെ ഭക്ഷിച്ച് ജീവിക്കുന്ന ധാരാളം ജീവികളുണ്ട്. ഒരുമിച്ച് ഇത്രയും പൂമ്പാറ്റകളെ ഒന്നിച്ചു കണ്ടപ്പോൾ ഏതിനെ തിന്നണമെന്ന ആശയക്കുഴപ്പവും പരിഭ്രമവും ആ ജീവജാലങ്ങളിൽ കണ്ടു. ഇടശബ്ദം ചേർത്തും ചേർക്കാതെയും. ഇവിടെ നോക്കൂ. കാതിൽ വീണ്ടും ചിറകുകളുടെ മൃദുവായ മന്ത്രണം. കാതിൽ വീണ്ടും ചിറകുകളുടെ മൃദുമന്ത്രണം. അതായത് മൃദുമന്ത്രണം എന്ന ഒരു വാക്കിനെ രണ്ടെണ്ണം ആക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്തത്? മൃദുവിൻ്റെ കൂടെ ആയ എന്നുള്ളൊരു ശബ്ദം ചേർത്തു. അപ്പോൾ അവിടെ എന്തായി? മൃദുവായ മന്ത്രണം. അടുത്ത നോക്കാം. മഴക്കാടിൻ്റെ ഹൃദയഭാഗത്തായിരിക്കണം. മഴക്കാടിൻ്റെ ഹൃദയഭാഗത്തായിരിക്കണം. അതിനെ നമ്മൾ ഹൃദയഭാഗത്ത് എന്നുള്ളതിനെ രണ്ടെണ്ണമാക്കി. അതായത് ഹൃദയത്തിൻ്റെ ഭാഗത്തായിരിക്കണം. മഴക്കാടിൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗത്തായിരിക്കണം. ഇപ്രകാരം പദങ്ങൾ ഇടശബ്ദം ചേർത്തും ചേർക്കാതെയും എഴുതിയപ്പോൾ പ്രയോഗത്തിലുണ്ടായ സവിശേഷതകൾ ചർച്ച ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു വാക്കിനെ രണ്ടെണ്ണം ആക്കുന്നതിന് വേണ്ടിയാണ് നാം ഇടശബ്ദം ചേർക്കുന്നത്. ഇവിടെ മൃദുമന്ത്രണം എന്നതിനെ ആയ എന്ന ഇടശബ്ദം ചേർത്ത് മൃദുവായ മന്ത്രണം എന്നാക്കി. രണ്ടാമത്തെ വാക്യത്തിൽ ഹൃദയഭാഗത്ത് എന്നതിനെ ഇൻ്റെ എന്ന ഇടശബ്ദം ചേർത്ത് ഹൃദയത്തിൻ്റെ ഭാഗത്ത് എന്നായി മാറിയിരിക്കുന്നു. വിശകലനം ചെയ്യാം. പൂമ്പാറ്റകളൊക്കെ കാറ്റിന് എന്നെ വിട്ടുകൊടുക്കാതെ വന്നു പൊതിഞ്ഞു നിന്നു. ഈ വാക്യം കൊണ്ട് എഴുത്തുകാരൻ അർത്ഥമാക്കുന്നത് എന്താകാം? വിശകലനം ചെയ്ത് കുറിപ്പ് എഴുതുക.
ഷോളയാർ വനത്തിൽ യാത്രികരും കൂട്ടുകാരും പോയപ്പോൾ ലക്ഷക്കണക്കിന് പൂമ്പാറ്റകളുടെ അത്ഭുത പ്രതിഭാസം അവിടെ കണ്ടു. ഇത്രയും പൂമ്പാറ്റകൾ പറക്കുമ്പോൾ അവയെല്ലാം ലേഖകൻ്റെ ശരീരത്തിൽ തട്ടിയാണ് പറന്നത്. ലേഖകൻ്റെ ശരീരത്തിൽ പൊതിഞ്ഞാണ് പറക്കുന്നത്. പൂമ്പാറ്റകൾ ചുറ്റും പറക്കുമ്പോൾ കാട്ടിലുണ്ടായിരുന്ന കാറ്റ് ലേഖകൻ്റെ ശരീരത്തിൽ തട്ടുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് പൂമ്പാറ്റകളൊക്കെ കാറ്റിന് എന്നെ വിട്ടുകൊടുക്കാതെ വന്ന് പൊതിഞ്ഞു നിന്നു എന്ന് അദ്ദേഹം ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. നിരീക്ഷിക്കാം, വർണ്ണിക്കാം. ഇലകളുടെ പച്ചനിറം മറച്ചുകൊണ്ട് മരങ്ങളായ മരങ്ങൾ നിറയെ പറ്റിപ്പിടിച്ചിരിക്കുന്ന പൂമ്പാറ്റകളുടെ കാഴ്ച പാഠഭാഗത്ത് അവതരിപ്പിച്ചത് കണ്ടല്ലോ. നമ്മുടെ ചുറ്റും ഇതുപോലെ ധാരാളം ചെറുജീവികൾ ഭംഗിയുള്ള കാഴ്ചകൾ ഒരുക്കുന്നുണ്ട്. അവ നിരീക്ഷിച്ച് വർണ്ണന തയ്യാറാക്കുക. ഇവിടെ അട്ടപ്പാടിയെക്കുറിച്ചുള്ളൊരു യാത്രാ വിവരണക്കുറിപ്പാണ്. നോക്കാം. മണ്ണാർക്കാട്ട് നിന്ന് സൈലന്റ് വാലി അട്ടപ്പാടി ഭാഗങ്ങളിലേക്ക് പുറപ്പെട്ടതാണ് ഞങ്ങൾ. കഴിഞ്ഞ വൈകുന്നേരങ്ങളിലെല്ലാം മലകളിൽ തിമിർത്ത മഴയായിരുന്നു. രാത്രി മഴയിൽ കുതിർന്ന പ്രകൃതി പ്രഭാത സൂര്യൻ്റെ ഇളം വെയിലിൽ ഈറൻ മാറി പ്രസരിച്ചു നിന്നു. വൃശ്ചികം പിറന്നതേയുള്ളൂ. വൃശ്ചികക്കാറ്റ് ആഞ്ഞു വീശി തുടങ്ങി. അജ്ഞേയമായ ഒരു പ്രകൃതി പ്രതിഭാസം എന്ന പോലെ എല്ലാ വൃശ്ചികം ഒന്നിനും കൃത്യമായി സഹ്യൻ്റെ മറുപുറത്തെ പീഠഭൂമിയിൽ നിന്ന് പാലക്കാടൻ ചുരം വഴി ഈ കാറ്റ് കടന്നു വരുന്നു. മുണ്ടകൻ പാടങ്ങളിൽ ഹരിത വീജി പരമ്പരകളായി ലസിച്ചും തെങ്ങിൻ തലപ്പുകളിൽ ദിശാഭ്രമം സൃഷ്ടിച്ചും കാറ്റ് പടിഞ്ഞാറൻ കടൽ തീരത്ത് ലക്ഷ്യമാക്കി വീശുന്നു. വള്ളുവനാടിൻ്റെ ഇടനാടൻ പ്രദേശങ്ങളിൽ ഏതാണ്ട് മുഴുക്കെ പാലക്കാടൻ കാറ്റ് അനുഭവപ്പെടുന്നുണ്ട്. തെക്ക് അതിൻ്റെ അതിർത്തി ചാലക്കുടി പുഴയാണ്. പടിഞ്ഞാറ് കടൽ തീരത്തിനു 10 നാഴിക മുമ്പ് കടലിൻ്റെ സമ്മർദ്ദമേറ്റ് അതിൻ്റെ ശക്തി ക്ഷയിക്കുന്നു. പാലക്കാടൻ കാറ്റ് അനഭിമതനായ ഒരു അതിഥിയാണ്. പീഠപ്രകൃതിയുടെ ഉഷ്ണവും പൊടിമണ്ണും ഏറ്റുവരുന്ന അത് രോഗകാരണമാവുന്നു. അതിൻ്റെ വരണ്ട ആശ്ലേഷം തെങ്ങും കവുങ്ങും പോലുള്ള ഫലവൃക്ഷങ്ങൾക്ക് ഒട്ടും പഥ്യമല്ല. പാലക്കാടൻ കാറ്റിൻ്റെ ഒരേ ഒരു നന്മ അത് മുണ്ടകം പാടങ്ങളിൽ നിന്ന് ചാഴിയെ ചുരത്തുന്നു എന്നതാണെന്ന് കൃഷിക്കാർ പറയും. വൈകുന്നേരം ഉണ്ടായേക്കാവുന്ന മഴയെക്കുറിച്ചുള്ള ആശങ്കകൾ ഒഴിച്ചു നിർത്തിയാൽ ഒരു പക്ഷേ അട്ടപ്പാടിയിലേക്ക് യാത്ര ചെയ്യാവുന്ന ഏറ്റവും നല്ല ദിവസങ്ങളിൽ ഒന്നാവണമിത്. തുലാവർഷത്തിൽ കുളി കഴിഞ്ഞ വെടിപ്പായി വൃശ്ചിക വെയിൽ വനനാശകരാൽ നിരന്തരം ആക്രമിക്കപ്പെട്ടിട്ടും വീണ്ടും തളർക്കുകയും പടരുകയും ചെയ്യുന്ന കാടിൻ്റെ അതിജീവന വ്യഗ്രത ഇത് പ്രകൃതിയുടെ വശ്യവും അസ്പൃശ്യവുമായ നിഗൂഢതകളിലേക്കൊരു കടന്നുകയറ്റം പോലെ ആകാംക്ഷാഭരിതമാവുന്നു. ഇത് രവീന്ദ്രൻ എഴുതിയ എൻ്റെ കേരളം എന്നുള്ളതിലെ ഒരു ഭാഗമാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അട്ടപ്പാടി മേഖലയിലെ പ്രകൃതിയെക്കുറിച്ചും അവിടെയുള്ള പ്രകൃതി ഭംഗിയും അതുപോലെ അവിടുത്തെ പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് പാലക്കാടൻ കാറ്റിനെ കുറിച്ചിട്ടാണ് അല്ലേ. അടുത്ത കാലാവസ്ഥ ഇതിൽ വരുന്നുണ്ട് അല്ലേ. അതുപോലെ കാലാവസ്ഥ വരുന്നുണ്ട്, അതുപോലെ ഫലവൃക്ഷങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, വയലുകളെക്കുറിച്ച് പറയുന്നുണ്ട്, കാറ്റിൻ്റെ പ്രത്യേകത പറയുന്നുണ്ട്. ചോദ്യത്തിലേക്ക് പോകാം. പ്രപഞ്ചം മുഴുവൻ പൂമ്പാറ്റകൾ, അട്ടപ്പാടി എന്നീ യാത്രാ വിവരണങ്ങളിലെ സവിശേഷതകൾ താരതമ്യം ചെയ്ത് കുറിപ്പ് എഴുതുക. കാഴ്ചയനുഭവങ്ങൾ, രചനാഭംഗി, വർണ്ണനാഭംഗി എന്നിവയും പരിഗണിക്കണം. എൻ എ നസീറിൻ്റെ പ്രപഞ്ചം മുഴുവൻ പൂമ്പാറ്റകൾ എന്ന പാഠഭാഗത്ത് ഷോളയാർ വനത്തിലേക്ക് യാത്ര പോയ ലേഖകൻ്റെ അനുഭവമാണ് വ്യക്തമാക്കുന്നത്. ഇതിൽ ഷോളയാർ വനത്തിലെ കാലാവസ്ഥയെയും പ്രകൃതിയുടെ പ്രത്യേകതയെയും അവിടുത്തെ ജീവജാലങ്ങളെയും കുറിച്ച് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അവിടെ പോയപ്പോൾ ലേഖകനും കൂട്ടുകാർക്കും പൂമ്പാറ്റകൾ ഒരുക്കിയ അത്ഭുത കാഴ്ചകളും അനുഭവങ്ങളും വിവരിക്കുന്നുണ്ട്. അവിടെ ഉണ്ടായ അനുഭവങ്ങൾ വളരെ കാവ്യാത്മകമായി വിവരിച്ചത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ആ അനുഭവം ഉണ്ടാകുന്നുണ്ട്. രവീന്ദ്രൻ രചിച്ച അട്ടപ്പാടി എന്ന ലേഖനത്തിൽ സൈലന്റ് വാലി അട്ടപ്പാടി പ്രദേശത്തെ വൃശ്ചിക മാസത്തിലെ സഹ്യൻ്റെ മറുപുറത്തെ പീഠഭൂമിയിൽ നിന്നും വീശുന്ന പാലക്കാടൻ കാറ്റിൻ്റെ പ്രത്യേകതയെക്കുറിച്ചും അവിടുത്തെ തെങ്ങിനും കവുങ്ങിനും ആ കാറ്റ് യോജിച്ചതാണ് എന്നും പറഞ്ഞിരിക്കുന്നു. 2 ലേഖനവും വായിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് അവിടെ പോയി കാണുന്നത് പോലെ ഒരു അനുഭവം നൽകുന്നു. അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. യാത്രാ വിവരണം എഴുതാം. കാടിനെ ചെന്നുതൊട്ട അനുഭവവും കാറ്റ് നൽകിയ അനുഭൂതിയും 2 രചനകളിൽ നിന്ന് ലഭിച്ചല്ലോ. ഇതുപോലെ ഉള്ള യാത്രാനുഭവങ്ങൾ നിങ്ങൾക്കും ഉണ്ടാവും. എഴുതി നോക്കൂ. ഒരു മാർച്ച് മാസത്തിൽ വീട്ടിലെ എല്ലാവരും കൂടെ നെല്ലിയാമ്പതിയിലേക്ക് യാത്ര പോയി. മാർച്ച് മാസത്തിലെ കൊടും ചൂട് അനുഭവിക്കുന്ന സമയമായിരുന്നു. മുകളിലേക്ക് പോകുന്തോറും ചൂടിൻ്റെ കാഠിന്യം കുറഞ്ഞു വന്നുകൊണ്ടിരുന്നു. റോഡിൻ്റെ ഒരു വശം അഗാധമായ താഴ്ചയും മറുഭാഗത്ത് കുന്നും. റോഡിനരികിൽ പേരയ്ക്ക മരവും ഓറഞ്ച് മരവും കായ്ച്ചു നിൽക്കുന്നുണ്ടായിരുന്നു.
ഞങ്ങൾ വണ്ടി നിർത്തി പഴുത്ത പേരയ്ക്ക പറിച്ചു. മരങ്ങളിൽ നിറയെ കുരങ്ങന്മാർ ചാടിച്ചാടി കളിക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ മുകളിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ചൂടിൽ ഒരു നല്ല മഴ പെയ്ത അവസ്ഥയായിരുന്നു. നല്ല വെയിലായിരുന്നിട്ട് പോലും ഒരു ചൂടും അനുഭവപ്പെട്ടില്ല. അവിടുത്തെ കാറ്റിന് നല്ല കുളിർമയുണ്ടായിരുന്നു. അതുപോലെ തന്നെ തേയിലത്തോട്ടങ്ങളും ഓറഞ്ച് ഫാമും ഞങ്ങൾ കണ്ടു. കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന ഒരു അനുഭൂതി തന്നെയായിരുന്നു അവിടെ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത്. അടുത്തത് കവിത എഴുതുന്നതിനാണ്. വർണ്ണച്ചിറകുള്ള പൂമ്പാറ്റകളുടെ കാഴ്ച വിഷയമാക്കി കവിത എഴുതി നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാർ കവിതയൊന്ന് എഴുതി നോക്കണം കേട്ടോ. അടുത്ത് എൻ്റെ സഞ്ചാരം ഒരു വ്ളോഗ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ നടത്തുന്ന ഒരു ലഘുയാത്രയുടെ വീഡിയോ തയ്യാറാക്കി ക്ലാസ്സിലെ നവമാധ്യമ ഗ്രൂപ്പിൽ പങ്കുവയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കൂട്ടുകാർ ചെയ്യണം കേട്ടോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനിയും ഇതേപോലെയുള്ള നിങ്ങളുടെ ക്ലാസ്സിലെ പാഠപുസ്തകത്തിൻ്റെ വിശദമായ വിവരണം ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നൽകുന്നതാണ്. അത് നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.